കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. എക്സാം 2024 3-ാം ക്ലാസ്സിൽ മലയാളം എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയാലോ? നോക്കാം അല്ലേ. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? വായിക്കാം എഴുതാം. മക്കന്നൂർ 2/9/2024. ആദ്യം സ്ഥലം എഴുതി, എന്നിട്ട് ഡേറ്റ് എഴുതിയിട്ടുണ്ട്, കണ്ടോ? എന്നിട്ട് എന്താ? പ്രിയപ്പെട്ട മാളു, നിനക്ക് സുഖമല്ലേ? ഒരു വിശേഷം പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ ഇന്നലെ അമ്മയോടൊപ്പം പുന്നല്ലൂരിലെ നാളം ക്ലബിൻ്റെ വാർഷികാഘോഷം കാണാൻ പോയി. നാടകം, ഒപ്പന, തിരുവാതിര, നാടൻപാട്ട്, മാർഗംകളി എന്നിങ്ങനെ ധാരാളം കലാപരിപാടികൾ കണ്ടു. അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരുവാതിരയാണ്. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും കുറെ അമ്മമാരാണ് തിരുവാതിര കളിച്ചത്. തിരുവാതിര വേഷത്തിൽ അവരെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നോ. മുണ്ടും വേഷ്ടിയുമാണെന്നതെന്ന് അമ്മ പറഞ്ഞു തന്നു. തലയിൽ ദശപുഷ്പവും ചൂടിയിരുന്നു. തിരുവാതിരയുടെ മധുര സംഗീതം ആരുടെയും മനം കവരും. പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് കളിയുടെ വേഗം കൂടുകയും കുറയുകയും ചെയ്യും. എനിക്കും ഇത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഇത്തവണ സ്കൂൾ വാർഷികത്തിന് നമുക്കും തിരുവാതിര കളിക്കണം. നീയും കൂടില്ലേ? സ്നേഹത്തോടെ കുഞ്ഞാറ്റ. അപ്പോൾ മാളുവിന് കുഞ്ഞാറ്റ എഴുതിയ കത്താണ്. കത്തിനുള്ളിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നേ? തിരുവാതിരയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അല്ലേ. തിരുവാതിര കണ്ടതും അതിൻ്റെ വേഷവും അതിൻ്റെ സംഗീതവും ഇനി തിരുവാതിര കളിക്കണമെന്നൊക്കെ പറയുകയാണ്. ഓക്കെ, ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, കത്ത് വായിച്ചല്ലോ, ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതും. ക്ലബിൻ്റെ വാർഷികാഘോഷ പരിപാടികളിൽ കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണ്? തിരുവാതിര. മധുര സംഗീതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉച്ചത്തിലുള്ള പാട്ട്, സംഘമായി പാടുന്ന പാട്ട്, മധുരം കഴിച്ചുകൊണ്ട് പാടുന്ന പാട്ട്, കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. ഏതാ? കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. മുണ്ടും വേഷ്ടിയും എന്ന് കത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? തിരുവാതിര പാട്ട്, തിരുവാതിര ചുവട്, തിരുവാതിര വേഷം, തിരുവാതിര വിളക്ക്. എന്തിനെയാ? തിരുവാതിര വേഷം. നാലാമത്തെ ചോദ്യമോ, തിരുവാതിരക്കളി കാണികൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഭംഗിയുള്ള വേഷമായതുകൊണ്ട്, ഇമ്പമാർന്ന പാട്ടായതുകൊണ്ട്, കൂട്ടം ചേർന്ന കളിയായതുകൊണ്ട്, അല്ലെങ്കിൽ ഇവയെല്ലാം ആയതുകൊണ്ട്? ഇവയെല്ലാം. ക്ലബിൻ്റെ വാർഷികാഘോഷത്തിന് ശേഷം കുഞ്ഞാറ്റ എടുത്ത തീരുമാനമെന്ത്? നാടകത്തിൽ അഭിനയിക്കണം, മാർഗം കളിയിൽ ചേരണം, തിരുവാതിര കളിക്കണം, നാടൻ പാട്ട് പാടണം. ഇതിലേതാ? തിരുവാതിര കളിക്കണം. ഓക്കെ. പ്രവർത്തനം 2, നിയമാവലി തയ്യാറാക്കാം. പഴമെറിയൽ മത്സരം. നിയമാവലി ഇത് ടീച്ചർ എക്സാം തുടങ്ങുന്നതിന് മുന്നേയുള്ള റിവിഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നിട്ടുണ്ടാവും. പഴമെറിയൽ മത്സരം. നിയമാവലി: ഒരു സമയം ഒരാൾ മാത്രമാണ് മത്സരിക്കുന്നത്. 5 മിനിറ്റാണ് മത്സര സമയം. അടയാളപ്പെടുത്തിയിട്ടുള്ള വരിയിൽ നിന്നാണ് പഴം കൂടയിലേക്ക് എറിയേണ്ടത്. ഒരു തവണ ഒരു പഴം മാത്രമേ എറിയാവൂ. കൂടുതൽ പഴങ്ങൾ കൂടയ്ക്കകത്ത് എറിഞ്ഞു വീഴ്ത്തുന്ന ആളാണ് വിജയി. ഇപ്പോൾ പഴമെറിയൽ മത്സരമാണ്, അതിൻ്റെ നിയമാവലിയാണ് കേട്ടത്. മുത്തുമലക്കാട്ടിലെ പഴമെറിയൽ മത്സരത്തിന് നിയമാവലി വായിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കൂ. കളിയുടെ പേരെഴുതണം. മൂളൽ മത്സരം. നിയമാവലി എന്തൊക്കെ എഴുതാം? പറന്നു നടക്കുന്ന ജീവികൾക്കാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് കഴിയുക. അതൊക്കെ എന്ത് ചെയ്യാം? 5 മിനിറ്റാണ് സമയം. അതൊക്കെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നിയമാവലി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. നിങ്ങൾ എഴുതി കാണുമല്ലോ. യെസ്. പ്രവർത്തനം 3, ഡയറി എഴുതാം. നീലു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസവും തയ്യാറാക്കിയാണ് സ്കൂളിലേക്ക് പോയത്. മീനുവിൻ്റെ സ്കൂളിൽ അന്ന് ഭക്ഷ്യമേളയായിരുന്നു. പായസം രുചിച്ചവരെല്ലാം അവളെ അഭിനന്ദിച്ചു. അവൾക്ക് വളരെ സന്തോഷമായി. പതിവ് പോലെ അന്നും രാത്രിയിൽ അവൾ ഡയറി എഴുതാനിരുന്നു. ഭക്ഷ്യമേളയിലെ കാഴ്ചകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി.
എന്തൊക്കെയാവും നീലു ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? ഡയറി കുറിപ്പ് എഴുതൂ. അപ്പോൾ നീലുവിൻ്റെ ഡയറി കുറിപ്പ് എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് എഴുതുക. ഇഷ്ടപ്പെട്ട പായസം തയ്യാറാക്കി പോയി, പായസം രുചിച്ചവരെല്ലാവരും അഭിനന്ദിച്ചു, അവർക്ക് ഭയങ്കര സന്തോഷമായി. അതെല്ലാം ചേർത്തിട്ട് എന്ത് ചെയ്യുക? ഡയറി എഴുതുക. പ്രവർത്തനം 4 ക്രമത്തിൽ എഴുതാം. നീലു പിറന്നാൾ സമ്മാനമായി സ്കൂളിൽ അടുക്കളത്തോട്ടത്തിലേക്ക് കുറച്ച് പച്ചക്കറി തൈകൾ നൽകി. തൈകൾക്കൊപ്പം വയ്ക്കാൻ തയ്യാറാക്കിയ ബോർഡുകളാണ് ചുവടെ കാണുന്നത്. ബോർഡിലെ പേരുകൾ വായിക്കൂ. വഴുതന, ചീര, കുമ്പളം, മത്തൻ, വെണ്ട, തക്കാളി. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് അറിയാവോ? പച്ചക്കറി തൈകളുടെ പേരുകൾ ചുവടെയുള്ള ബോർഡുകളിലേക്ക് അക്ഷരമാല ക്രമത്തിൽ എഴുതൂ. അപ്പോൾ ഇങ്ങനെ എഴുതാം. കുമ്പളം കായിൽ തുടങ്ങുന്നു, കാ കഴിഞ്ഞ് വരുന്നതാണ് ച, ചീര. ച കഴിഞ്ഞ് വന്നത് ത, തക്കാളി. ത കഴിഞ്ഞ് മ, മത്തൻ. മ കഴിഞ്ഞ് വ, വഴുതന. വ കഴിഞ്ഞാണ് വേ, വെണ്ട. ഇങ്ങനെ അക്ഷരമാല ക്രമത്തിൽ എഴുതുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ അല്ലെ എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, പൗഡർ പൂശിയ സുന്ദരി ഞാൻ, കറി വെച്ചാലോ വമ്പത്തി. ഈ കടങ്കഥയ്ക്ക് ഉത്തരം വരുന്ന പച്ചക്കറി ഏത്? മത്തൻ, വെണ്ട, കുമ്പളം, വഴുതന. പൗഡറിന് നിറം എന്താ? വെള്ള. അപ്പോൾ വെള്ള നിറത്തിൽ പൗഡർ പൂശിയ പച്ചക്കറി ആരാ? കുമ്പളം. ഏതെങ്കിലും പച്ചക്കറിയുടെ പേര് ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതൂ. ടീച്ചറുടെ ഒന്ന് എഴുതുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയാൽ കേട്ടോ. മണ്ണിനടിയിൽ പൊന്നമ്മ, മഞ്ഞൾ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അറിയാവുന്ന കടങ്കഥ നിങ്ങൾ എഴുതിയല്ലോ. യെസ്. പ്രവർത്തനം 5 കണ്ടെത്താം എഴുതാം. ഓണമെത്തി, വീടൊരുക്കണം, പൂക്കളം ഇടണം, സദ്യ ഉണ്ടാക്കണം. ആകെ തിരക്കിലാണ് അച്ഛനും അമ്മയും. ഞാൻ സഹായിക്കട്ടെ? നീലു ചോദിച്ചു. ആയിക്കോട്ടെ. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി ചിരിച്ചു. അമ്മ പറഞ്ഞ പഴഞ്ചൊല്ലി ശ്രദ്ധിച്ചില്ലേ? എന്തായിരുന്നു? അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അതിൻ്റെ ആശയവുമായി യോജിക്കുന്ന വാക്യം കണ്ടെത്തി എഴുതൂ. ഒത്തുചേർന്ന് ബഹളം വയ്ക്കുക. നോ. ഐക്യമുണ്ടെങ്കിൽ എന്തും നേടാം. അത് ശരിയാണ്, പക്ഷെ ഇവിടെ വരുന്ന ആശയമല്ല. ചെറിയ അധ്വാനത്തിനും വിലയുണ്ട്. കാത്തിരുന്ന അവസരം ഒത്തുവരുമ്പോൾ തടസ്സമുണ്ടാക്കുക. ഉത്തരം എന്താണ്? സി, ചെറിയ അധ്വാനത്തിനും വിലയുണ്ട്. കാരണം എന്താ? ഇവിടെ നീലു കുഞ്ഞല്ലേ. ഇപ്പൊ കുഞ്ഞ് സഹായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അണ്ണാൻ കുഞ്ഞും തന്നാലായത്. കുഞ്ഞാണെങ്കിലും സഹായിക്കുന്നത് അത് എന്താണ്? സഹായം തന്നെയാണ്. അപ്പോൾ ചെറിയ അധ്വാനത്തിനും വിലയുണ്ട് എന്നതാണ് ആൻസർ. എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൃഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുന്ന 2 പഴഞ്ചൊല്ലുകൾ എഴുതൂ. നിങ്ങൾ ഇഷ്ടമുള്ളത് എഴുതി കാണുമല്ലോ. ആനവായിൽ അമ്പഴങ്ങ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി ചിരിച്ചു. അടിവരയിട്ട പദക്കൂട്ട് ചേർത്ത് മറ്റൊരു വാക്യം തയ്യാറാക്കൂ. പൊട്ടി ചിരിച്ചു. അത് എന്ത് ചെയ്യുക? നിങ്ങൾ ഓരോരുത്തരും ഓരോ ആശയത്തിലായിരിക്കും അത് വാക്യം എഴുതിയിട്ടുണ്ടാവുക. മാതാവ് എന്ന പദത്തിന് പകരം പ്രയോഗിച്ചിട്ടുള്ള വാക്കേത്? ഏതായിരുന്നു? അമ്മ. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എഴുതിയല്ലോ. യെസ്. ആറാമത്തെ പ്രവർത്തനം, വായിക്കാം വരയ്ക്കാം. മേലെ കുന്നിൽ താഴത്ത് നല്ലൊരു പുഞ്ചവയലുണ്ടേ, പുഞ്ചവയലിൽ പുഞ്ചിരി തൂകും സ്വർണ്ണക്കതിരുണ്ടേ, കതിർമണി കൊത്താൻ വർണ്ണക്കിളികൾ കാത്തു നിൽപ്പുണ്ടേ, കളകളമൊഴുകും പുഴയിൽ നിറയെ പൊടിമീനുകളുണ്ടേ, പുഴയോരത്തിൽ സ്നേഹം വിളയും ചെറുവീടുകളുണ്ടേ. കവിത വായിക്കൂ. എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത് എഴുതി നോക്കൂ. ഒന്ന് നൽകിയിട്ടുണ്ട് പുഞ്ചവയൽ. വേറെ എന്തൊക്കെ നമുക്ക് എഴുതാം? സ്വർണ്ണക്കതിർ, വർണ്ണക്കിളികൾ, പുഴ, പൊടിമീൻ, ചെറിയ വീടുകൾ. ഇതെല്ലാം ഈ കവിതയിൽ നൽകുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യാം? എടുത്തെഴുതിയാൽ മതി. സ്വർണ്ണക്കതിർ, വർണ്ണക്കിളികൾ, പുഴ, പൊടിമീൻ, ചെറുവീടുകൾ. ഓക്കെ. ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ, കൂട്ടുകാർ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കൂ. അതായത് ഇവിടെ കണ്ടെത്തിയ കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ചെറിയ വീടുകൾ വേണം, പുഴ വേണം, പുഴയിൽ പൊടിമീൻ വേണം, കതിർപ്പാടം വേണം, പിന്നെ വർണ്ണക്കിളികൾ വേണം. വർണ്ണക്കിളികൾ പല നിറത്തിലുള്ള കിളികൾ. അപ്പം എന്ത് ചെയ്യുക? കൂട്ടുകാർ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കുക. ചിത്രത്തിന് യോജിച്ച നിറങ്ങളും നൽകൂ. ഇതായിരുന്നു ബി ക്വസ്റ്റ്യൻ. 3ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ, മലയാളം ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം.
1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.